പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, ലോകോത്തരനായ ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ഫാസ്റ്റ് ബൗളർ, ഓൾറൗണ്ടർ, ലോകത്ത് തലയെടുപ്പുള്ള ഒരു നേതാവെന്ന രീതിയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകുന്നത് 2018. ബേസിക്കലി അത് ലോകത്ത് വലിയ പ്രതീക്ഷ നൽകി, ഇന്ത്യയിൽ പോലും പ്രതീക്ഷ നൽകി. കാരണം ഇത്രയും നാളും പാകിസ്ഥാൻ ഭരിച്ച പലർക്കും അവിടുത്തെ ടെറർ, അതായത് യൂണിറ്റുകൾ, കാരണം അവിടെ ടെററിസത്തെ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറികൾ മാത്രമാണ് പാകിസ്ഥാനിൽ കൂടുതലുണ്ടായത്. അവരുടെ കോർ ഇഷ്യൂ എല്ലാം മാറ്റി ഇസ്ലാമിക ടെററിസം ലോകത്തെവിടെയൊക്കെ പോകുന്നു അത് പാകിസ്ഥാനിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നു. അതൊക്കെ മാറുമെന്നുള്ള ധാരണ ലോകത്ത് പല രാജ്യങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇമ്രാൻഖാൻ ഒരു മോഡറേറ്റ് മുസ്ലിമാണ്. അപ്പം അദ്ദേഹത്തിന് പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ സാധിക്കും. അതിഭയങ്കരമായ പോപ്പുലർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ പട്ടാളത്തിൻ്റെ പൂർണ്ണമായിട്ടും പിന്തുണയുണ്ടായിരുന്നു. ഈ രീതിയിലാണ് ഇമ്രാൻഖാൻ പോയിക്കൊണ്ടിരുന്നത്, തുടക്കത്തിലൊക്കെ കാണിച്ചത്. ഇന്ത്യയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില സൂചന നൽകി, ഈ കാശ്മീർ ഇഷ്യൂ. അപ്പം അതിനകത്ത് ഇനി പാകിസ്ഥാൻ ഈ പറയുന്ന ടെറർ യൂണിറ്റുകളെ സഹായിച്ചില്ല എങ്കിൽ, അതായത് ഇന്ത്യയിലോട്ട് ഫോറിൻ ടെററിസ്റ്റുകളെ വിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇന്ത്യക്ക് പോലും ഒരു ജിയോ പൊളിറ്റിക്സ് ആണ് പാകിസ്ഥാനുമായിട്ട് നെയ്ബറാണ്, നല്ല ബന്ധത്തിൽ പോകാം. ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. ഇത് വളരെ സത്യമായ കാര്യമാണ്. പക്ഷെ അതിനെ എല്ലാം തകിടം മറിച്ച് 1, 2, 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പക്ക തീവ്രവാദികളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാകിസ്ഥാൻ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി അങ്ങ് മാറി. നിങ്ങൾ അതിനുശേഷം മനസ്സിലാക്കണം എത്രമാത്രം തീവ്രവാദ ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ. കാരണം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുക, നടപടിയെടുക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഇയാൾ അമേരിക്കയ്ക്കെതിരെ കളിക്കാൻ ശ്രമിച്ചു. ഇന്ത്യക്കെതിരെ ഭയങ്കര ഗെയിം ഉണ്ടായി. കാരണം കാശ്മീരിലൊക്കെ വലിയ ബഹളം ഉണ്ടാക്കാൻ മാക്സിമം ഫൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ കാശ്മീർ ഇഷ്യൂ അത് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി ഇമ്രാൻഖാൻ നടത്തിയ തീവ്ര ശ്രമങ്ങളുണ്ട്. എത്രയോ മില്യൺസ് അയാൾ ചെലവിട്ടാണ് ഈ ശ്രമം നടത്തിയത്. അപ്പം അതെല്ലാം കൂടെ കയറി പിടിച്ച് ഇന്ത്യയുടെയും കൂടെ ശത്രുവായി അങ്ങ് മാറി. അതായത് പല ഫോറങ്ങളിലും ഇന്ത്യക്കെതിരെ വല്ലാത്ത ആക്രമണങ്ങൾ, അതായത് UK-യിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും UN-ലാണെങ്കിലും, കാരണം ഇവർ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, അവരെ വെച്ച് വല്ലാത്ത ആക്രമണം ഇന്ത്യക്കെതിരെ അഴിച്ചുവിട്ടു. പിന്നീട് ഇയാൾ രണ്ടാമത് പോയത് അമേരിക്കയ്ക്കെതിരെയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ പറ്റി ഈ ഇമ്രാൻഖാന് യാതൊരു പുല്ലും അറിയത്തില്ല. കാരണം ഈ പാകിസ്ഥാൻ പട്ടാളം എന്ന് പറയുന്ന അമേരിക്കയുടെ പോക്കറ്റിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോടെ എന്തുവാണെന്ന്. ഈ പാകിസ്ഥാൻ പട്ടാളത്തിലുള്ള എല്ലാവരും, അല്ലാതെ സീനിയറായിട്ട് വരുന്നവരൊക്കെ തന്നെ ഇവരുടെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ അമേരിക്കൻ ക്യാമ്പിലാണ്. അവിടെ പട്ടാളത്തിൻ്റെ ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഡിഫൻസിൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പാണ്. ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ അവിടെ പോയിട്ടാണ് ട്രെയിനിങ് എടുക്കുന്നത്, ഓഫീസേഴ്സും. കാരണം അമേരിക്കൻ വെപ്പൺസ് ആയിട്ട് ഉപയോഗിക്കുന്നത് F-16 മറ്റുള്ള സാധനങ്ങളൊക്കെ. അപ്പം അവിടെ പോയി കഴിയുമ്പോൾ ഈ പട്ടാള ഓഫീസേഴ്സ് മുഴുവനും ഒരു പ്രോ അമേരിക്കയായിട്ടൊക്കെ മാറ്റും. ഇത് അമേരിക്ക ലോകത്തെല്ലാം ചെയ്യുന്ന ഗെയിമാണ്, ഇത് റിയാലിറ്റിയാണ്. അപ്പം ഈ ബേസിക്കലി ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇതാദ്യം മനസ്സിലാക്കണം. അതായത് അവിടെ പോകുന്ന പാകിസ്ഥാൻ ഓഫീസേഴ്സ് അവരുടെ മക്കൾക്കോ അവരുടെ ബന്ധുക്കൾക്കെല്ലാം പിന്നെ അമേരിക്കയിൽ വിസ കൊടുക്കും, ഗ്രീൻ കാർഡ് കൊടുക്കും. ഇവരെല്ലാം അങ്ങ് അമേരിക്കയിൽ വരും. പിന്നെ ഈ ഓഫീസേഴ്സ് ജീവിതത്തിൽ അമേരിക്ക തള്ളി പറയൂ, അതായത് ട്രാപ്പിലാക്കിക്കളെ. ഇതൊക്കെ പല പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അമേരിക്കൻസ് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ജനറൽ മുഷറാഫ് എന്ന് പറഞ്ഞ ആളെ കംപ്ലീറ്റ് അമേരിക്ക കൺട്രോൾ ചെയ്ത് നിർത്തി. കാരണം അയാളുടെ ബന്ധുക്കളും മക്കളും എല്ലാം അമേരിക്കയിലാണ്, ഷിക്കാഗോയിൽ. അനങ്ങാൻ പറ്റൂ. അതേപോലെ അമേരിക്ക ഈ പട്ടാളത്തിൻ്റെ ആരൊക്കെയാണ് ജനറൽമാരായിട്ട് വരുന്നത്, ഇവരൊക്കെ അമേരിക്കയുടെ സ്വന്തം ആൾക്കാരാണ്. നിങ്ങൾക്കൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. അതായത് ഇറാൻ കയറി പാകിസ്ഥാനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അന്ന് പാകിസ്ഥാൻ ആർമിയുടെ ചീഫ് അമേരിക്കയിലാണ്. അതായത് ന്യൂയോർക്ക് വെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ ബേസിലാണ്. ഇതൊക്കെ എടുത്ത് നോക്ക്. ഉടൻ തന്നെ അമേരിക്ക പറഞ്ഞു ഇറാനെ അടിക്കാൻ പറഞ്ഞു. അവർ കയറി തിരിച്ചങ്ങ് അനത്തി. അതായത് ഇറാൻ്റെ ബോർഡർ ഈ പറയുന്ന ആ സിറ്റി ഉൾപ്പെടെ അങ്ങ് കയറി അടിച്ചപ്പോൾ ഇറാന് തിരിച്ചടിക്കാൻ ഈ സാധനങ്ങളൊന്നുമില്ല. കാരണം അവരെക്കാളും വെപ്പൺസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ അമേരിക്കൻ വെപ്പൺസാണ്.
പെട്ടെന്ന് ഇറാനിയൻ ഇബ്രാഹിം റൈസി പെട്ടെന്ന് വരുന്നു, പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററായിട്ട് കണ്ട് ലോഹിയൊക്കെ പറഞ്ഞെങ്കിൽ സഭ ഇനിയും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞങ്ങ് പോകുന്നു. ബേസിക്കലി അമേരിക്കയുടെ പൂർണ്ണമായും കൺട്രോളിലാണ് ഈ പാകിസ്ഥാൻ ആർമി. അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ അമേരിക്കക്കെതിരെ തിരിഞ്ഞപ്പോഴ് ഈ ആർമിയെ വെച്ചൊരു ഗെയിം അങ്ങ് കളിച്ചു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആർമിയോട് ഇമ്രാൻഖാൻ അപേക്ഷിച്ചു പുള്ളി റിസൈൻ ചെയ്യുക. കാരണം പുള്ളി റിസൈൻ ചെയ്യാൻ തയ്യാറായില്ല. നോ കോൺഫിഡൻസ് മോഷൻ പാകിസ്ഥാൻ പാർലമെന്റിൽ വന്നു. അയാൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ പിടിച്ചു തൂങ്ങിയിട്ട് ആർമിയുടെ സപ്പോർട്ടോടുകൂടി നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ആർമി പൂർണ്ണമായിട്ട് ഇയാളെ അങ്ങ് കൈവിട്ടു. അങ്ങനെയാണ് ഇയാളെടുത്ത് ദൂരെ കളയുന്നത്. പിന്നീട് നോക്കുക, ഇയാളെ അങ്ങ് തൊലച്ചു. 167 കേസുകളാണ് ഇയാളുടെ ജന്മസ്ഥലത്തും ഇസ്ലാമാബാദിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇപ്പോഴത്തെ ഈ കേസ് എന്താ? 14 വർഷം. എന്താണ് ഈ കേസ് എന്ന് പറയുക? ബുഷറ ബീവി, അയാളുടെ പഴയ ഭാര്യ, ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് ഉൾപ്പെടെയാണ് കേസ്. അതായത് പാകിസ്ഥാനിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ടൈക്കൂണുണ്ട്, വൺ മിസ്റ്റർ മലിക്. അപ്പോൾ അയാൾക്ക് കെട്ടിടങ്ങൾ പണിയാനും സ്ഥലം കൊടുക്കാനും വേണ്ടി അയാൾക്ക് പ്രൊട്ടക്ഷനായിട്ട് ഇമ്രാൻഖാൻ നിന്നു, ഒരു ഫൗണ്ടേഷനുമായിട്ട് ചേർന്നിട്ട്. ആ ഫൗണ്ടേഷൻ്റെ അകത്ത് ഇയാൾ മറ്റുള്ള റൂട്ടിൽ നിന്ന് പണം ആ ഫൗണ്ടേഷനിലോട്ട് പണം ഒഴുക്കി. അത് ഇമ്രാൻഖാൻ്റെ പേഴ്സണലായിട്ടുള്ള സംഭവമായിരുന്നു ഈ ഫൗണ്ടേഷൻ, ഇയാളും ഭാര്യ. അതുകൊണ്ടാണ് ഇയാൾക്ക് 14 വർഷം, പിന്നെ അടുത്തത് 4 വർഷം, അതായത് വിധിച്ചത്. ഇനി ഹൈക്കോടതിയിൽ പോകും, അവിടുന്ന് അറിയാം എന്താണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ആര് ഭരിക്കുന്ന അവൻ്റെ കൂടെയാണ്. അവിടുത്തെ ഹൈക്കോർട്ടാണെങ്കിൽ സുപ്രീം കോർട്ട്. അതങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യമാണ്. അവിടെ വ്യത്യസ്തമായ കാരണം അവരെ മറിച്ചൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന ജഡ്ജിനെ എടുത്ത് തൂക്കിക്കളയും. കാരണം അത്രയേ ഉള്ളൂ അവിടെ ജനാധിപത്യം. ഇനി അടുത്ത സംഭവം, ഇനി എന്തായിരിക്കും ഇമ്രാൻഖാൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്? ഈ മുഷറാഫിനെ പോലെ ആവും. കാരണം ജയിലിലിട്ട് 1-2 വർഷം കഴിയും മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടും. അപ്പം പറയും ഒരു കാര്യം ചെയ്യാം, എന്നാൽ അദ്ദേഹത്തെ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു വിടാൻ പറയും. അങ്ങനെ ദുബായിലോ മറ്റുള്ള രാജ്യത്തോ ഇംഗ്ലണ്ടിലോ പോയിട്ട് ഒരു അഭയാർത്ഥിയായിട്ട് താമസിക്കേണ്ട ഗതികേട് ഇതേപോലൊരു നേതാവിനുണ്ടാവും. ആലോചിച്ച് നോക്ക്. ഇത് പാകിസ്ഥാനിൽ അയാൾക്ക് മാത്രമല്ല, നവാസ് ഷെരീഫിന് ഇത് തന്നെയാണ്. കേസുകളെല്ലാം കയറി വിധിച്ചിട്ട് അവസാനം സൗദി അറേബ്യയിൽ പോയി താമസിക്കുമായിരുന്നു. മുഷറാഫിന് അതേ സംഭവം ഉണ്ടായി. ഇതേ സംഭവമാണ് ഈ പറയുന്ന ഇമ്രാൻഖാൻ ഉണ്ടാകുന്നത്. കാരണം ജനാധിപത്യമൊന്നുമില്ല, പേരിനുള്ള ജനാധിപത്യമല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഗെയിം എന്ന് പറഞ്ഞ് ഇമ്രാൻഖാനെ തെറ്റിയത് അമേരിക്കയോട് കയറി കളിച്ചു. അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്തവർ ഒരു കാരണവശാലും പാകിസ്ഥാനിൽ ഇരുത്തത്തില്ല. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഖത്തറിൻ്റെ ഇഷ്യൂ. ട്രംപിന് താല്പര്യമില്ലെങ്കിൽ ആ അമീറിനെ അവിടുത്തെ ഭരണാധികാരി അവർ തെറിപ്പിക്കും. അതാണ് അവൻ്റെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം അമേരിക്കയുടെ കൺട്രോളിലാണ് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ അധികവും. അവരെ വെച്ച് അമേരിക്കക്കാരെ ഇവരെ വെച്ച് എങ്ങനെ കളിക്കണമെന്ന് ആ ഗെയിമാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ചൈനയൊന്നും ഇടപെടുത്തൊന്നുമില്ല. ചൈനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പൊളിറ്റിക്സ്, അവരുടെ കാര്യങ്ങൾ. ഈ പറയുന്ന പാകിസ്ഥാനിലാണെങ്കിൽ ആ രാജ്യം തന്നെ 4-5 പീസാകുമോ എന്നുള്ള പേടിയിലാണ്. കാരണം അപ്പുറത്ത് പാകിസ്ഥാൻ താലിബാൻ, ഇപ്പുറത്ത് മറ്റവർ അടിപിടി ബഹളം, ടെററിസ്റ്റിനെ ആദ്യം കൊടുത്ത് അവർ മിണ്ടാതിരുന്നു. അവസാനം ടെററിസ്റ്റ് വിഴുങ്ങുന്നൊരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറി. അത്ര ദാരുണമായ രീതി ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണെങ്കിലും ആർക്കും എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇത് ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആദ്യം ഇമ്രാൻഖാൻ്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഏകദേശം 3 വർഷം 250 ദിവസമാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. എല്ലാവരുടെയും പ്രതീക്ഷ മാറി. എല്ലാം തട്ടിയുടച്ച് നാശമാക്കി അവസാനം പൂർണ്ണമായിട്ട് രാഷ്ട്രീയ അഭയം തേടി വിദേശത്തോട്ട് പോകുന്ന രീതിയിലോട്ട് ഇമ്രാൻഖാനെ എത്തിച്ചു. കാരണം അയാൾ ആദ്യം മോഡറേറ്റ് ആയിരുന്നു, പിന്നീട് ഇസ്ലാമിക തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നയാളായി മാറി. ഇത് എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും കരുതിയിരിക്കുക. ഈ രീതിയിൽ പോകുന്നവർക്ക് ഇത് തന്നെ ആയിരിക്കും ലോകത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത്.